രാത്രികാലങ്ങളിൽ 12 മണി കഴിഞ്ഞാൽ സഹരി സുഹൂറിന്റെ വാങ്കൊടുക്കണവരെ സജീവമായും റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് റോഡ് സൈഡുകളിൽ രാവുകൾ സജീവമാക്കുകയാണ്. ഇഹ്യാഉൽ ലൈൽ ബിത്തആം. പരിതാപകരമാണ്. ഈ ഉമ്മത്തിന്റെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലെ ഈ അമിത ഭക്ഷണം. അശാ മഗ്രിബ് നിസ്കാരത്തോട് കൂടെ കഴിക്കണം എന്ന് പഠിപ്പിച്ച സുന്നത്താണ് ഹബീബിൻ്റെത്. രാത്രി ഭക്ഷണം മഗ്രിബോട് കൂടെ കഴിക്കണം. നോമ്പുണ്ടെങ്കിൽ മഗ്രിബിന്റെ ഇഫ്താറോടുകൂടെ മഗ്രിബ് കഴിഞ്ഞാൽ കഴിക്കുക. നോമ്പില്ലേ അസ്തമയത്തിന്റെ തൊട്ടടുത്ത് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കഴിക്കുക എന്നല്ലാതെ രാത്രിയിൽ 10 മണിക്കും 12 മണിക്കും 2 മണിക്കും പോയിട്ട് പൊറാട്ടയും ബീഫും കഴിക്കലല്ല നമ്മുടെ ചര്യ. എത്രയോ ടർഫിലൊക്കെ കളിക്കുന്ന കുട്ടികൾ കാണാം. രാത്രി കുഴപ്പമില്ല, നിസ്കാരം കളാക്കാതെ ഒരു ഹലാലായ ഒരു കളി കളിക്കുന്നു, അവർക്കൊക്കെ മറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം ഒരു ഭക്ഷണം കഴിക്കാൻ പോക്കുണ്ട്. ആ കളിച്ചത് മുഴുവൻ ബാത്തിലാക്കി പിന്നെ എന്നിട്ട് പോയി കിടന്നുറങ്ങുകയാണ്. സുബഹി നിസ്കാരം പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കുറെ പൊറാട്ടയും കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നത്. ഇതൊക്കെ ഒരുപാട് കാലറി ബേൺ ചെയ്തിട്ട് എത്ര അൺഹെൽത്തിയാണിത്. രാത്രികാലങ്ങളിൽ റെസ്റ്റോറന്റ് തുറക്കാത്ത രാജ്യങ്ങളുണ്ട്. രാത്രി ഭക്ഷണം കിട്ടൂല. 8 മണി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റും ഓപ്പൺ ആവില്ല. അങ്ങനത്തെ രാജ്യങ്ങളുണ്ട്. എത്ര നല്ല സിസ്റ്റമാണെന്നറിയോ. മുസ്ലിം ഉമ്മത്ത് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മളെ നശിപ്പിക്കാൻ ഭക്ഷണം ഒരു ലഹരിയായി കൊണ്ടു നടക്കുക. കഫാ ബിൽ മർഇ സർഫൻ അൻ യഅകുല കുല്ല മഷ്തഹാ. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മുഴുവൻ പോയി തിന്നുന്നത് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുടിക്കാൻ തേൻ കലക്കിയ വെള്ളം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന സംഭവമുണ്ട്. ഇന്നഹു ലതയ്യിബുൻ, ഇത് എത്ര മധുരമുള്ളതാണ്, രുചിയുള്ളതാണ്. ലാകിന്നനി അസ്മഉല്ലാഹ നഅ അലാ ഖൗമിൻ ബിസബബി ശഹവതിഹിം. അല്ലാഹു ചില ആളുകളെ അവരുടെ ഭക്ഷണ പ്രേമം കൊണ്ടോ മറ്റോ അല്ലാഹു അവരെ ആക്ഷേപിച്ചത് ഞാൻ കാണുന്നു വിശുദ്ധ ഖുർആനിൽ. അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ വസ്തംതഅതും ബിഹാ ഫഅഖാഫു അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത് ലനാ. അതുകൊണ്ട് ഈ ഭൗതികത നമ്മൾ ആസ്വദിക്കുമ്പോൾ നാളെ പരലോകത്തിന്റെ അല്ലാഹുവിന്റെ പ്രതിഫലം കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകള് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് 12ഓളം തുന്നുള്ള കുപ്പായം കണ്ടപ്പോ ബീവി പറഞ്ഞു, ഉപ്പാ കിസ്റയും കൈസറും അങ്ങേക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്. അമീറുൽ മുഅ്മിനീനാണ് ഉപ്പാ. നിങ്ങളെ പഴയ ഉമറല്ല. നിങ്ങളെ കാണാൻ വേണ്ടി ലോക രാജ്യങ്ങളിലെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഈ 12 തുന്നുള്ള ഈ കുപ്പായിട്ടൊക്കെ നിൽക്കുമ്പോ മോശല്ലേ? ഒരു നല്ല കുപ്പായം ഞാൻ തരട്ടെയോ ഉപ്പാ എന്ന് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ പാപ്പയോട് ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യം മഹദി ചോദിച്ചതുകൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു മോളോട് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട്, ഹൽ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സിശ് ശഈരി 3 അയ്യാം. മോളെ, ഹബീബിന്റെ കൂടെ ജീവിച്ച മോളല്ലയോ നീ? ഹബീബിന്റെ ഭാര്യയല്ലയോ ഹഫ്സ? ഹൽ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സിശ് ശഈരി 3 അയ്യാം. 3 ദിവസം പുണ്യനബി ബാർലിയുടെ റൊട്ടി, ഗോതമ്പിന്റെ റൊട്ടി മുതലാളിമാരെ തിന്ന, ബാർലിയാണ് പാവപ്പെട്ടവര് തിന്ന. ബാർലിയുടെ റൊട്ടി കൊണ്ട്, ഷഈറിന്റെ റൊട്ടി കൊണ്ട് നബി തങ്ങൾ 3 ദിവസം തുടർച്ചയായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മോളെ, എപ്പോഴെങ്കിലും ഉണ്ടാവും അതിഥിയായി പോകുമ്പോഴോ മറ്റോ. 3 ദിവസം പുണ്യനബി 3 ദിവസം തുടർച്ചയായി നബി തങ്ങൾ ബാർലി റൊട്ടി കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ അബതി ഇല്ല ഉപ്പാ. ഔ ജമഅ ബൈന അശാഇൻ വഗദാഇൻ ഹത്താ ലഹിഖ ബില്ലാഹ്. നമ്മൾ കേരളക്കാർ കേൾക്കേണ്ട സംഭവമാണ്.
ഔ ജമഅ ബൈന അശാഇൻ വഗദാഇൻ ഹത്താ ലഹിഖ ബില്ലാഹ്. രാത്രിയിലും ഉച്ചക്കും പുണ്യനബി തങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും വഫാത്താകുന്നവരെ നബി തങ്ങൾ ഒരു ദിവസം 2 ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഹഫ്സ ബീവിയോട് റളിയല്ലാഹു തആല അൻഹ. ഉച്ചഭക്ഷണവും രാത്രി ഉച്ചയ്ക്ക് തന്നെ ഒരു പ്ലേറ്റ് ചോറ്, 1 അല്ല 2 പ്ലേറ്റ് ചിലപ്പോ. രാത്രിയും അങ്ങനെ തന്നെ. എന്നിട്ട് പോയി കിടന്നുറങ്ങുന്നവരാ നമ്മൾ. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പുണ്യനബി തങ്ങൾ ഉച്ചയ്ക്കൊരു ഭക്ഷണം മെയിൻ കോഴ്സ് കഴിച്ചാൽ പിന്നെ ഒരു ഭക്ഷണം കഴിക്കൂല എന്നതിനർത്ഥം മുഴുവനായിട്ടുള്ളൊരു വലിയ ഭക്ഷണം ജീവിതത്തിൽ ഒരു ദിവസം ഒരിക്കലേ നബി തങ്ങൾ കഴിച്ചിട്ടുള്ളൂ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് ഉച്ചയ്ക്കും രാത്രിയും മെയിൻ കോഴ്സ് നബി തങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പൊ അത് ഖഫീഫായിട്ട് ഉച്ചക്ക് നന്നായി കഴിച്ചിട്ടുണ്ടോ, രാത്രി വളരെ കുറച്ചു മതി. ഉച്ചക്ക് തീരെ കഴിച്ചിട്ടില്ലേ എന്നാ പിന്നെ വൈകുന്നേരം ഭക്ഷണം കുറച്ച് ഹെവി ആയാലും കുഴപ്പമില്ല. അങ്ങനെയല്ലാതെ 2 നേരം പുണ്യനബി കഴിച്ചിട്ടുണ്ടോ മോളെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയോട് ലാ യാ ബത്തി ഇല്ല ഉപ്പ. അതഅലമീൻ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബിസ ജുബ്ബതൻ മിൻ സൂഫിൻ ഫലറുബ്ബമാ ഹക്ക ജിൽദഹു മിൻ കസറതി ഖുശൂരതിഹാ. മോളെ 12 തുന്നുള്ള എന്റെ ഈ വസ്ത്രം ഇതഴിച്ചു മാറ്റണം എന്ന് നീ എന്നോട് പറയുമ്പോ പുണ്യനബി തങ്ങൾ പരുത്തിയുടെ പരുപരുത്ത വസ്ത്രം ധരിച്ചത് ഓർമ്മയുണ്ടോ? ഹബീബിന്റെ തോൽ പോലും അവിടുത്തെ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ പോലും അടയാളങ്ങൾ വീഴുമാർ പരുപരുത്ത വസ്ത്രമായിരുന്നില്ലേ മോളെ നിന്റെ ഹബീബ്, എന്റെ ഹബീബ് ധരിച്ചിരുന്നത്? നഅം യാ അബതി. ثم صاح റളിയല്ലാഹു അൻഹു ഉറക്ക കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലൻ യഅകുല ഉമറു തയ്യിബൻ വലൻ യൽബസ ലയ്യിനൻ. ഇനി ഒരിക്കലും ഒരു രുചിയുള്ള ഭക്ഷണം ഉമർ കഴിക്കൂല, ഒരു മിനുമിനുത്ത വസ്ത്രവും ഉമർ ധരിക്കുകയില്ല. വലൻ യജ്മഅ ബൈന തആമൈൻ. 2 ഭക്ഷണം തീന്മേശയിൽ ഉമർ എന്നവർ തിന്നൂല മോളെ. ഇല്ലൽ മിൽഹ വസ്സൈത്. ഉപ്പും എണ്ണയും ഒഴികെ. അത് 2 കറിയായിട്ടാണ് മൃതങ്ങൾ കാണുന്നത്. ഇത് 2 സാധനമാണല്ലോ, എണ്ണയും ഉപ്പും. അന്ന് റൊട്ടിയിൽ കൂട്ടുന്ന അന്നത്തെ കറിയാണത്. നിഅമൽ ഇദാം അൽ ഖല്ല് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുർക്കയെ കുറിച്ച് പറഞ്ഞു. സുർക്ക അന്നത്തെ ഒരു കറിയായിട്ടാണ് കൂട്ടുക. അത് ഭക്ഷണത്തിലേക്ക് കൂട്ടിക്കഴിക്കാനുള്ളത് എന്നല്ലാതെ ഒരു വെജിറ്റബിൾ, ഒരു ചിക്കന്, ഒരു മട്ടന്, ഒരു ബീഫ് ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിട്ടുള്ള ഭക്ഷണ രീതി ഉമറിന് പറ്റൂല മോളെ. ഉമർ എന്നവർ ഒരു ഭക്ഷണമേ കഴിക്കൂ. എങ്ങനെ? 2 കറി വേണ്ട, ഒരു ഉപ്പിന്റെ കൂടെ എണ്ണയും ഒഴികെ. അത് 2 കൂടെ കൂടേണ്ടി വരും. അല്ലാതെ 2 വിഭവങ്ങൾ ഉമർ എന്നവർ ഇനി കഴിക്കില്ല മോളെ. എല്ലാ ഓരോ മാസത്തിലും ഒരു തവണയെ ഞാൻ മാംസം കഴിക്കുകയുള്ളൂ. ഇതെങ്ങനെയാണെന്നറിയോ? ഉസ്വതൻ ബിസ്വാഹിബൈ الرسول صلى الله عليه وسلم وابي بكر. എന്റെ 2 കൂട്ടുകാരായ അബൂബക്കർ എന്നവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അഷ്റഫുൽ ഖൽഖ് തങ്ങളും അവർ 2 പേരും അങ്ങനെയായിരുന്നു. മാസത്തിൽ ഒരു ദിവസമാണ് മാംസം കഴിച്ചത്. അതുകൊണ്ട് ഇനി മുതൽ മോളെ ഉമറും അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് വാപ്പയോട് ഇത് മാറ്റാൻ പറയല്ല മോളെ. അഷ്റഫുൽ ഖൽഖിൽ നിന്ന് ഞങ്ങൾ കണ്ടുപഠിച്ചത് ഇങ്ങനെയാണ്. മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കുക. നമ്മൾ പെരയിലുള്ളവർ മുഴുവൻ ഇറങ്ങിപ്പോകും. അങ്ങനെയാണെങ്കിൽ ആ ഒരു നിയമം കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് ഏത് ഡിഷിന്റെ കൂടെയും മാംസമില്ലാതെ തിന്നാൻ പറ്റാത്ത അവസ്ഥ. മാംസം മാസത്തിൽ ഒരിക്കലേ നബി തങ്ങൾ തിന്നിട്ടുള്ളൂ എന്നാണ് ഉമർ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവരും അങ്ങനെയാണ്. മദീനത്തെ മാംസം വിൽക്കുന്ന കടയുടെ മുമ്പിൽ ചാട്ടവാറ് കൊണ്ട് പിടിച്ചു നിന്ന ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇന്നലെ മാംസം വാങ്ങിപ്പോയ ആള് പിറ്റേ ദിവസം മാംസം വാങ്ങിക്കാൻ വന്നാൽ ഉമർ എന്നവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നു. നീ 2 ദിവസം തുടർച്ചയായി മാംസം കഴിക്കാണോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നു. അവിടുത്തെ കമാൻഡറാണ്, അവിടുത്തെ ഖാദിമാണ്, അവിടുത്തെ അമീറാണ്, ഖലീഫയാണ്, പോലീസാണ്, പട്ടാളമാണ്, എല്ലാമാണ് ഉമർ റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്.
ലൗ യകും മിൻ ബഅദി നബിയ്യുൻ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ തങ്ങളാകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴല്ലേ ഹിദായത്തിന്റെ വെളിച്ചം ഖൽബിലേക്ക് അല്ലാഹു നൽകുന്നത്. വല്ലാത്തൊരു അത്ഭുതമാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറാഖിലെങ്ങാനും ഒരു ഒട്ടകം കാലിടറി വീണുപോയാൽ മദീനയിലുള്ള എന്നോട് അല്ലാഹു അത് ചോദിക്കും, എന്തുകൊണ്ട് ഉമറേ ജനങ്ങൾക്ക് വഴി സൗകര്യം ചെയ്തു കൊടുത്തില്ല, മൃഗങ്ങൾക്ക് നടക്കാനുള്ള വഴി എന്തുകൊണ്ട് നീ ശരിയാക്കി കൊടുത്തില്ലെന്ന് എന്നോട് ചോദിക്കുമോ? ഉസ്മാനു ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമയായ ഹബീബിന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബ് വളർത്തിയെടുത്ത ഈ ഉമ്മത്തിന്റെ ഉസ്വയാണ്, മാതൃകയാണ്. റുഖയ്യ ബീവിയെ കല്യാണം കഴിച്ചു ഉസ്മാൻ തങ്ങള്. ബദർ യുദ്ധം നടക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദരിയല്ല. എന്തുകൊണ്ട് ബദറിൽ പോകാൻ പറ്റിയില്ല? ഭാര്യയായ ഹബീബിന്റെ മോള് റുഖയ്യ ബീവിക്ക് സുഖമില്ലായിരുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, റുഖയ്യ ബീവിയെ നിങ്ങൾ പരിചരിച്ചോളൂ. ബദർ യുദ്ധത്തിന്റെ വിജയം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വരുമ്പോ കേൾക്കുന്നത് സങ്കടമുള്ള വാർത്തയാണ്, റുഖയ്യ ബീവി വഫാത്തായി എന്നാണ്. വഫാത്തായി കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അടുത്ത മോളെ കല്യാണം കഴിച്ചെടുത്തു, ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു തആല അൻഹ. ഉമ്മു കുൽസൂം ബീവി ഉസ്മാൻ തങ്ങളുടെ അടുത്ത് തന്നെ വഫാത്തായി. അപ്പൊ നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി, മൂപ്പർക്ക് കല്യാണം കഴിച്ചെടുത്ത ആ കുട്ടി മരിക്കും, അതുകൊണ്ട് ആ പെരീക്കിന് കല്യാണം കഴിച്ചു കൊടുക്കണ്ട. ഇത് ഹബീബിന്റെ ചെവിയിലെത്തി. തങ്ങൾ പറഞ്ഞു, എന്റെ മക്കളൊക്കെ തീർന്നു, എന്റെ മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയി. സൈനബ ബീവി പോയി, ഫാത്തിമ ബീവി പോയി, പിന്നെ റുഖയ്യ ബീവി, ഉമ്മു കുൽസൂം എന്നിവർ വഫാത്തായി. 4 പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടി എങ്ങാനും ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാൻ, ആ മോളെ ഞാൻ ഉസ്മാൻ തങ്ങൾക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. ജനങ്ങളിൽ അന്ധവിശ്വാസം തീർക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുമായിരുന്ന ഉസ്മാൻ എന്നവർ. ഒരുപാട് സംഭവ ചരിത്രങ്ങളുണ്ട്. ഉസ്മാൻ തങ്ങള് ഹബീബിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ നബി തങ്ങൾ ഒരു മുണ്ടുടുത്ത് കിടക്കുകയാണ് അവിടെ. അപ്പൊ കാലിന്റെ മുട്ട് വരെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് എന്നവര് കടന്നു വന്നു, തങ്ങൾ അങ്ങനെ തന്നെ കടന്നു. ഉമർ എന്നവരും വന്നു, അങ്ങനെ തന്നെ. ഉസ്മാൻ എന്നവര് വരെയെന്ന് കണ്ടപ്പോ തങ്ങൾ എണീറ്റ് ആ തുണിയൊക്കെ ഒന്ന് താഴ്ത്തി, ഔറത്ത് കാണിച്ചതല്ല, കാൽമുട്ടിന്റെ താഴെയുള്ള ഭാഗമാ കാണുന്നത്. പക്ഷെ ഉസ്മാൻ എന്നവര് വരെയെന്ന് പറഞ്ഞപ്പോ നബി തങ്ങളുടെ പുതിയാപ്പിളയാണ് ഉസ്മാൻ എന്നവര്. നബി തങ്ങൾ വസ്ത്രം കെട്ട് എണീറ്റ് റെഡിയാക്കി ഇങ്ങനെ കുടഞ്ഞു. പൊന്നാര നബി, എന്റെ വാപ്പ വന്നു, അങ്ങനെ തന്നെ കടന്നു. ഹഫ്സന്റെ ഉപ്പ വന്നു, ഉമർ റളിയല്ലാഹു അൻഹു, അപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ കടന്നു. ഇപ്പൊ ഉസ്മാൻ ഞങ്ങൾ വരുമ്പോ എന്തേ എണീറ്റ് എന്നൊക്കെ ശരിയാക്കണം. മോളെ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിക്കുന്ന, തല താഴ്ത്തുന്ന ഈ ഉസ്മാൻ എന്നവരെ കാണുമ്പോ ഞാൻ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശ്തറാ ഉസ്മാനുൽ ജന്നത മർറതൈൻ, 2 തവണയാണ് ഉസ്മാൻ എന്നവരെ സ്വർഗം വാങ്ങിച്ചത്. അബൂ ഹുറൈറ നിങ്ങൾ പറയാം, ഇശ്തറാ ഉസ്മാനുൽ ജന്നത മർറതൈൻ, 2 തവണ ഉസ്മാൻ എന്നവർ സ്വർഗം വാങ്ങിച്ചു. കാശുണ്ടായിരുന്നു, മുതലാളിയാണ്. എങ്ങനെ? മൻ ഹഫറ ബിഅറ റൂമ ഫലഹുൽ ജന്ന, മൻ ജഹസ ജൈശൽ ഉസ്റതി ഫലഹുൽ ജന്ന. ഹബീബായ നബിയുടെ 2 പ്രഖ്യാപനം. മദീനയിൽ ജൂതന്റെ കൈവശത്തിലുണ്ടായിരുന്ന ഒരു കിണർ, ആ വെള്ളം സുലഭമാണ്. കിണറ്റിൽ നല്ല സുലഭമായ വെള്ളമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമുണ്ട്. തങ്ങൾ ആഗ്രഹിച്ചു, റൂമാ കിണർ മുസ്ലിമീങ്ങൾക്കൊന്ന് വാങ്ങിക്കിട്ടണം. ഉസ്മാനെ, മൻ ഹഫറ ബിഅറ റൂമ ഫലഹുൽ ജന്ന. ഉസ്മാൻ തങ്ങൾ ഇരിക്കുന്ന സദസ്സിനോടാ തങ്ങൾ പറഞ്ഞത്, റൂമാ കിണർ ആരാണോ നമുക്ക് വേണ്ടി വാങ്ങിക്കുന്നത് അവർക്ക് സ്വർഗമാണ്. ഉസ്മാൻ തങ്ങൾ നേരെ പോയി ജൂതനോട് ചോദിച്ചു, എത്രയാണ് വില? പകുതി എനിക്ക് വേണം. കിണറിന്റെ പകുതി വാങ്ങിച്ചു. പകുതിക്ക് വില പറഞ്ഞത് 12,000 ദിർഹമാണ്. 12,000 ദിർഹം ഉസ്മാൻ തങ്ങൾ എടുത്തു കൊടുത്തു. മുസ്ലിമീങ്ങൾ മുഴുവൻ വന്ന് കുടിക്കാൻ തുടങ്ങി. ജൂതന്റെ വെള്ളം പിന്നെ ആരും വാങ്ങിക്കുന്നില്ല, മുപ്പര് വെള്ളം വിൽക്കുകയായിരുന്നു. അപ്പൊ ജൂതൻ വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ, എന്ത് പരിപാടിയാണ്? നിങ്ങൾ ആ പകുതി വാങ്ങിച്ചതുകൊണ്ട് എന്റെ പകുതി 4 വെള്ളം എടുക്കണില്ല, എനിക്ക് ഒരു വരുമാനം ഇല്ലാണ്ടായി പോയി. ഉസ്മാൻ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്നാ പിന്നെ ആ പകുതിയും കൂടെ ഞാൻ വാങ്ങിച്ചോട്ടെ. അയാൾ ഇങ്ങോട്ട് പറയാൻ നിന്നില്ല.
അതേന്ന് പറഞ്ഞു. അങ്ങനെ 8000 ദിർഹം കൊടുത്തിട്ട് ആ പകുതിയും വാങ്ങിച്ചു. അങ്ങനെ 20,000 ദിർഹമിന് ഒരു കിണർ മദീനക്കാർക്ക് വാങ്ങിച്ചു കൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതാണ് ആദ്യം ചെയ്തത്. പിന്നെ ജയ്ഷുൽ ഉസ്റ, തബൂക്കിലേക്ക് പോകുന്ന സൈന്യം, ഹബീബിന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പ് തങ്ങൾ സംബന്ധിച്ച യുദ്ധമാണ് തബൂക്ക്. തബൂക്കിലേക്ക് പോകുമ്പോൾ മൻ ജഹസ ജയ്ഷൽ ഉസ്റ ഫലഹുൽ ജന്ന എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി 300 ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ യാ റസൂലല്ലാഹ്, നബിയേ 300 ഒട്ടകം സർവ്വ സാമഗ്രികളോടും കൂടെ എന്റെ വകയാണ്. 300 ഒട്ടകം. മദീനയിൽ ക്ഷാമം വന്നൊരു കാലമുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആകാശത്ത് നിന്ന് മഴ പെയ്യാതെ വന്നു, വലിയ ക്ഷാമമുണ്ടായി. സിദ്ദീഖ് തങ്ങൾ ആകെ 2 വർഷമാണ് ഖിലാഫത്ത് ചെയ്തത്. അതിലൊരു വർഷം ക്ഷാമമായിരുന്നു. അന്ന് ഉസ്മാൻ എന്നവരുടെ 100 ഒട്ടകങ്ങൾ സിറിയയിൽ നിന്ന് ഭക്ഷണവുമായി വന്നപ്പോ ആ 100 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ 1-ന് 10 തരുന്ന അല്ലാഹുവിനെ ഞാൻ വിറ്റിരിക്കുന്നു. ഫഹിയ സദഖത്തുൻ ലിഫുഖറാഇൽ മദീന, മദീനയിലെ മിസ്കീന്മാർക്ക് ഇത് സദഖയാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലിയ ദാനത്തിന്റെ മഹാ ഉദാഹരണമായി വിലസിച്ച മഹാനവറുകൾ. വഫാത്താകുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നോമ്പുകാരനായിരുന്നു. തലേന്ന് സ്വപ്നം കണ്ടു. ഹബീബായ നബി തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും സിദ്ദീഖ് എന്നവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നു. ഉസ്മാൻ തങ്ങൾ ഭക്ഷണത്തോടടുത്ത് വന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ഉസ്മാനേ ലം യഅനി ലക ബഅദ്, സമയമായില്ല ഉസ്മാൻ. തുഫ്തിറു ഇൻദനാ ഗദൻ, നാളെ നിങ്ങൾ നോമ്പ് തുറക്കുന്നത് ഞങ്ങളുടെ അടുത്താണ്, സ്വർഗ്ഗത്തിലാണ് നോമ്പ് തുറക്കുന്നത്. ആ പിറ്റേ ദിവസം ഉസ്മാൻ തങ്ങൾ വഫാത്താകും. നോമ്പുകാരനായി, റമദാനല്ല സുന്നത്തായ നോമ്പായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഫുസ്താത്തിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ഇറാഖിലെ ബസ്രയിൽ നിന്ന് രാഷ്ട്രീയ പോരാളികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഇരച്ചു വരുമ്പോൾ മഹാനവറുകൾ വീടിന്റെ കാവൽ നിന്നിരുന്ന സ്വഹാബികളോട്, താബിഈകളോട് മുഴുവൻ പറഞ്ഞു, എല്ലാവരും പൊയ്ക്കോളൂ, ആരും എനിക്ക് വേണ്ടി ചോര ചിന്തരുത്. അവരെന്നെ കൊല്ലാൻ വേണ്ടി വരാൻ, ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ ആരും അതിന്റെ കൂടെ മരിക്കരുത്. നിർബന്ധിച്ചപ്പോൾ സ്വഹാബികളൊക്കെ മാറി കൊടുത്തു. വീട്ടിലേക്ക് കയറി വരികയാണ് ശത്രുക്കൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവുമായി മഹാനവറുകൾ വഹുവ മിൻഹു ബരീ, നിരപരാധിയായ ഹബീബിന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയെ ദാരുണമായി കൊല ചെയ്തിട്ടുണ്ട്. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് അറബ് ലോകത്തിനറിയാത്ത കൊലപാതകമാണ്. അങ്ങനത്തെ ഒരു ഖത്ലൻ ശനീഅൻ എന്ന ചരിത്രം പറയുന്ന മോശപ്പെട്ട കൊലപാതകമാണ് അവർ ചെയ്തത് ഉസ്മാൻ തങ്ങളെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, സൂറത്തുൽ അറാഫ് തുറന്നു വെച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഉസ്മാൻ എന്നവർ വഫാത്താകുന്നത്. അവർ കയറി വരുമ്പോ ഉസ്മാൻ എന്നവരുടെ ഭാര്യയുണ്ട്, നായില ബിൻത് ഫറാഫിസ. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനത്തിന്റെ വലിയൊരു കാരണം മഹദിയാണ്. നായില ബീവി ബനൂ കിലാബ് ഗോത്രക്കാരിയാണ്, നല്ല കവയത്രിയാണ്, സ്ഫുടമായ ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ. അവര് ഉസ്മാൻ എന്നവരെ വിവാഹം ചെയ്യുന്നത് ഉസ്മാൻ എന്നവർ പ്രായമായതിനു ശേഷമാണ്. ഉസ്മാൻ എന്നവരെ കല്യാണം കഴിക്കാൻ വേണ്ടി നായില ബീവിയെ ബനൂ കിലാബ് ഗോത്രക്കാർ അങ്ങ് തിഹാമയിൽ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ബീവി അവിടെ വീട്ടിൽ വന്ന് ഉസ്മാൻ തങ്ങളുടെ മുഖാമുഖം വന്നിരിക്കുന്നു. കല്യാണത്തിന്റെ ആദ്യത്തെ ദിവസമാണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റഫഅ ഖലൻസുവതഹു അൻ റഅസിഹി, തലയിൽ നിന്ന് തൊപ്പി വെക്കുന്ന പതിവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഉസ്മാൻ എന്നവർ തൊപ്പിയെടുത്തപ്പോ കഷണ്ടിയാണ്. കഷണ്ടിലൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഈ പറയാൻ പോണത്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ കഷണ്ടി പെണ്ണ് കണ്ടല്ലോ, ഭാര്യ കഷണ്ടി കാണുകയാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ലാ യഹൂലന്നകി മാ തറൈന മിൻ സ്വലഈ ഫഇന്ന തഹ്തഹു മാ തുഹിബ്ബീൻ. നായില, എന്റെ ഈ കഷണ്ടി കണ്ടിട്ട് നീ പേടിക്കണ്ടട്ടാ. എന്റെ ഭർത്താവിന് മുടിയില്ല എന്ന് പറഞ്ഞ്, കഷണ്ടിയാണെന്ന് പറഞ്ഞ് എന്നോട് ഇഷ്ടക്കുറവൊന്നും തോന്നണ്ടേ. ഫഇന്ന തഹ്തഹു മാ തുഹിബ്ബീൻ, ഈ തലന്റെ ഉള്ളിലെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ സ്വഭാവവും എന്റെ പെരുമാറ്റവും ഒക്കെ നിനക്ക് ഇഷ്ടമാവും, എന്റെ ബുദ്ധിയും എന്റെ കഴിവൊക്കെ. ഈ ഇത് കണ്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, കഷണ്ടി കണ്ടിട്ട് എന്നോടൊരു ഇഷ്ടക്കുറവൊന്നും തോന്നണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മഹദി ഒന്നും മിണ്ടിയില്ല, മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇമ്മ അൻ തഖൂമി ഇലൈഹി വ ഇമ്മ അൻ നഖൂമ ഇലൈകി.
നായില, നിങ്ങളെ ഞാൻ അവിടെ വന്ന് കൈപിടിച്ച് കൊണ്ടുവരണോ, അല്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നോ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞപ്പോൾ നായില ബീവി സംസാരിച്ചു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നായില ബീവി സുഹാബിയത്തല്ല, താബിഇയത്താണ്. ഒരുപാട് സുഹാബിയത്തുകളെ കണ്ട് വളർന്ന മഹദിയാണ്. അങ്ങനെ അവർ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി ഒരു ചെറിയൊരു ചെറു പ്രഭാഷണം ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ അവർ ചെയ്തിരുന്നു കാണാം. അമ്മാ ദകർത മിനസ് സ്വലാ, നിങ്ങള് ഈ കഷണ്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ ഉസ്മാൻ എന്നവരെ? എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഫഇന്നീ മിൻ നിസാഇൻ അഹബ്ബു ബുഊലതിഹിന്ന ഇലൈഹിന്ന സാദത്തുസ് സുല. ഞാൻ വേറെ പെണ്ണുങ്ങളെ പോലെ എന്നെ വിചാരിക്കണ്ട, കഷണ്ടി ഇഷ്ടപ്പെടുന്ന പെണ്ണാണ് ഞാൻ. സ്വന്തം ഭർത്താക്കന്മാരിൽ നേതാക്കന്മാരായ കഷണ്ടിയുള്ളവരെ ഇഷ്ടപ്പെടുന്ന പെണ്ണാ ഞാൻ. ഈ കഷണ്ടിയുള്ളവരൊക്കെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരും, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരുന്നവരിൽ അധികവും കഷണ്ടിയുള്ളവരാണ് എന്നൊക്കെ ഇതിന് സൂചന ഉണ്ടിട്ടാ. കുറെ വേൾഡ് ലീഡേഴ്സിന്റെ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും കഷണ്ടിയാണ്. നമ്മൾ മലയാളികൾ മുടിയൊക്കെ ചീവിക്കണ പോലെ ഇടങ്ങാറാണ്ട് ഒന്ന് മുട്ടയടിച്ചാൽ തന്നെ എന്തൊരു ഭംഗിയാണ്. മുടിയൊന്ന് മൊട്ടയടിക്കുന്നത് ഭയങ്കര ഭംഗി. കഷണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പകുതി ലാഭമാണ് ബ്ലേഡിന്, അത്രയും സൗകര്യമാണ്. അതങ്ങ് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഒരു നേതൃപാടവം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി, ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ഭംഗിയാണതിന്. അതുകൊണ്ട് ഉസ്മാൻ എന്നവരെ നേതാവായ കഷണ്ടിയുള്ള ആളുകളെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പറ്റി ഒന്നും വിചാരിക്കേണ്ട, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ട് വരണോ, നീ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നോ? ഞാൻ ഈ തിഹാമയിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ദൂരം നടന്നു വന്നിട്ട് എന്റെ ഭർത്താവായ നിങ്ങൾ മുമ്പിൽ നിൽക്കെ ഒരു 2 അടി എനിക്ക് നടക്കാൻ എന്താണ് ഭാരം? അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് ഉസ്മാൻ എന്നവരെ വന്ന് വാരിപ്പുണർന്നു നായില ബീവി, നായില ബിൻത് ഫറാഫിസ റഹ്മത്തുള്ളാഹി തആല അലൈഹ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വലിയ സ്നേഹം, എന്ന് പറഞ്ഞ കാരുണ്യവും മഹബ്ബത്തും അല്ലാഹു ഇട്ടുകൊടുത്തൊരു മഹദിയായിരുന്നു അത്. നായില ബീവി അന്ന് ശത്രുക്കൾ ഉസ്മാൻ എന്നവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുമ്പോ നായില ബീവി റളിയല്ലാഹു അൻഹ മുടി അഴിച്ചിട്ടിട്ട് വീടിന്റെ വാതിൽക്കൽ നിന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്ന് പെണ്ണുങ്ങളുടെ ഹുർമത്ത്, അവരുടെ പവിത്രതയെ പിച്ചു ചീന്തുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് വീടിന്റെ വാതിൽക്കൽ നിന്നാൽ ആ വീട്ടിലേക്ക് ആരും ഇരച്ചു കയറൂല. നായില ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. തന്റെ ഭർത്താവ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊല ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഖിമാർ അഴിച്ചു മാറ്റി മഹദി ഉസ്മാൻ എന്നവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുടി അഴിച്ചിട്ടിട്ട് മുമ്പിൽ നിന്നു, വീടിന്റെ മുമ്പിൽ. പക്ഷേ ആ ദുഷ്ടന്മാർ അതുപോലും ഗൗനിച്ചില്ലെന്നാണ്. ഉസ്മാൻ എന്നവർ പറഞ്ഞു, മോളെ ഫലഉംരി ലദഖൂലുഹും അലയ്യ അഹ്വനു മിൻ ഹുർമതി ശഅരിക്. മോളെ നിന്റെ മുടിയുടെ പവിത്രതയാണ് അവരെന്നെ വന്ന് കൊല്ലുന്നതിനേക്കാളും എനിക്ക് ഗൗരവമായി തോന്നുന്നത്. അതുകൊണ്ട് മോളെ നായില, നീ വീടിന്റെ ഉള്ളിലേക്ക് പോ. നീ മുടി അഴിച്ചിട്ട് അവിടെ നിൽക്കല്ലേ. അവരാരും അത് നോക്കുന്നവരല്ല എന്നെനിക്കറിയാം. മാത്രമല്ല നായില, നിന്റെ ഔറത്ത് ഒരാളും കാണണ്ട. അതുകൊണ്ട് നീ മുടി അഴിച്ചിടല്ലേ, നീ ഉള്ളിലേക്ക് പോയിക്കോ. അങ്ങനെ നായില ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കയറാണ്. ഉസ്മാൻ എന്നവരെ കൊല്ലാൻ വേണ്ടി അവർ വന്ന് ആദ്യത്തെ വെട്ടുമ്പോ ആ വാള് പിടിച്ചത് ഈ മഹദിയാണ്. 4 വിരലുകൾ മുറിഞ്ഞു പോയി നായില ബീവിയുടെ റളിയല്ലാഹു അൻഹ. ആ ചോരയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ വെട്ട് പിന്നെ പതിഞ്ഞത് ഉസ്മാൻ തങ്ങളുടെ വയറ്റത്തായിരുന്നു റളിയല്ലാഹു തആല. വെള്ളം കൊടുത്തു നായില ബീവി ഉസ്മാൻ എന്നവർക്ക്. വേണ്ട, എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞു. സ്വായിം, നോമ്പുകാരനായിരുന്നു. തുഫ്തിറു ഇൻദനാ ഗദൻ, ഉസ്മാനെ നാളെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നാണ് നോമ്പ് തുറക്കുന്നത് എന്ന അഷ്റഫുൽ ഖൽഖിന്റെ ആ സ്വപ്നത്തിന്റെ വിവരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ മുമ്പ് തന്നെ വീട്ടുകാർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, നാളെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് നോമ്പ് തുറക്കുമെന്നാ പറഞ്ഞത്. പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്നെയാണ് അവർ നോമ്പ് തുറന്നിട്ടുണ്ടായിരിക്കുക. അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം നായില ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുമാ, വാപ്പയും സ്വഹാബിയാണല്ലോ. കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. നായില ബീവി പറഞ്ഞ വാക്ക് ഭയങ്കര അത്ഭുതമാണ്. മഹദി പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ചോദിച്ചു, ഖലീഫയായ വലിയൊരു മഹാനായൊരു മനുഷ്യനുണ്ടായിട്ട് മൂപ്പര വേണ്ട നിങ്ങൾ പറയേ, നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത്? ഇന്നി റഅയ്തുൽ ഹുസ്ന യബ്ലാ കമാ യബ്ല അസ്സൗബ്
വസ്ത്രങ്ങൾ നുരുമ്പിപ്പോകുന്ന പോലെ സങ്കടവും ഇല്ലാതെയാകുമെന്ന് എനിക്കറിയാം. എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ ആ സങ്കടം മാസങ്ങളോളം, ഒരുപക്ഷെ വർഷങ്ങളോളം കൊണ്ടു നടന്നാലും ആ സങ്കടം ഇങ്ങനെ മാഞ്ഞു പോകും. സങ്കടം മാഞ്ഞു പോകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് എന്റെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോവരുത്. ഉസ്മാൻ എന്നവരുടെ വഫാത്തിലുള്ള എന്റെ സങ്കടം മാഞ്ഞു പോവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫയത്വലിഅ മിന്നി റജുലുൻ അലാ മത്വല ഉസ്മാൻ വദാലിക മാ ലാ യകൂനു അബദാ. അതുമാത്രമല്ല, എന്നെ മറ്റൊരാളെ വിവാഹം ചെയ്താൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന എന്റെ ഭർത്താവ് എന്താണോ എന്റെ ശരീരത്തിൽ നിന്ന് കണ്ടത് അത് മറ്റൊരാൾ കാണാൻ ഇടവരുമല്ലോ. എന്റെ ഉസ്മാൻ എന്ന ഭർത്താവ് കണ്ടത് മറ്റൊരാളും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെച്ച മഹദിയാണ് നായില ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയും മഹദിമാർ ഒരുപാടുണ്ടങ്ങനെ. വിവാഹം ചെയ്യലാണ് സുന്നത്ത്, പക്ഷേ വിവാഹം വേണ്ട എന്ന് ഓപ്റ്റ് ചെയ്ത മഹദിമാർ, അങ്ങനെ മക്കൾക്ക് തർബിയത്ത് ചെയ്ത് കൊടുത്ത മഹദിമാർ ഒരുപാടുണ്ട്. മൗസൂഅത്തുൽ മർഅത്തുൽ മുസ്ലിമ എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഒരുപാട് അത്തരം മഹദിമാരുടെ ചരിത്രം അതിൽ വിവരിക്കുന്നുണ്ട്. വിവാഹം പിന്നെ വേണ്ടെന്ന് വെച്ച് മക്കൾക്ക് തർബിയത്ത് ചെയ്ത ഉമ്മമാർ. നായില ബീവി പറഞ്ഞതാണ്, എനിക്ക് ഉസ്മാൻ എന്നവരോടുള്ള എന്റെ സ്നേഹം, ആ ദുഃഖം ഇനി ഒരിക്കലും മറഞ്ഞു പോവരുത്. അല്ലാഹുവേ, ഇങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയും ഭർത്താവും, ആ ഒരു ത്യാഗസമർപ്പണം കാണിച്ച മഹദി സ്വന്തം ഭർത്താവിന്റെ ജീവൻ പോകുമ്പോ കൈവിരൽ കൊടുത്തുകൊണ്ട് 4 വിരലുകൾ അറ്റുപോയി. ചോരയിലാണ് മഹദി റളിയല്ലാഹു അൻഹു പറയാ, അതഖ്തുലൂന റജുലൻ യഖറഉൽ ഖുർആന വയഖൂമു ബിഹി. വിശുദ്ധ ഖുർആൻ ഓതുകയും ഖുർആൻ കൊണ്ട് രാത്രി തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മഹാനെ നിങ്ങൾ കൊല്ലുകയാണോ എന്ന് ശത്രുക്കളോട് ആർത്തട്ടഹസിച്ചുകൊണ്ട് നായില ബീവി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇത് കേൾക്കാൻ തയ്യാറായില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദാരുണമായി ഒരു കൊല ചെയ്തു മഹാനവറുകൾ. അങ്ങനെയാണ് വഫാത്താവുക എന്ന് നബി ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തതാ. വബശ്ശിറുഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ സ്വഹീഹ് മുസ്ലിമിൽ കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തോട്ടത്തിലെ ഗേറ്റ് കീപ്പറായി ഞാൻ കുറച്ച് സമയം ചെലവഴിച്ച സമയമെന്ന് മഹാൻ പറയുന്ന ഒരു ഹദീസുണ്ട്. ആ റിവായത്തിൽ ഉസ്മാൻ എന്നവർ വരുമ്പോൾ നബി തങ്ങൾ പറയാ, തുറന്നെടുത്തോളൂ അബൂ മൂസ, വബശ്ശിറുഹു ബിൽ ജന്ന, സ്വർഗ്ഗമുണ്ട് ഉസ്മാനെ, ഫീ ബൽവൻ തുസീബുഹു. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണം അനുഭവിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ പിറകെ സ്വർഗ്ഗമാണെന്ന് പറയണേ എന്ന് മഹാനവറുകളെ സംബന്ധിച്ച്. അല്ലാഹുവേ, നിന്നിലേക്ക് സ്വായിമായി ഖായിമായി വതാലിൽ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിലേക്ക് യാത്രയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ. നായില ബീവിയോട്, നീ മുടി അഴിച്ചിടല്ല മോളെ, നിന്റെ മുടിയേക്കാളും വലുതൊന്നുമല്ല ഈ കാബാലികർ. അവർ എനിക്ക് വരുത്തി വെക്കാൻ പോകുന്ന ഈ മരണം, അതിനേക്കാളൊക്കെ ഗൗരവം നിന്റെ മുടിയാണ്. നീ മുടി അഴിച്ചിട്ട് നടക്കരുത് മോളെ, നീ ഉള്ളിലേക്ക് പോ, നീ മുടി അഴിച്ചിട്ട് അവിടെ നിൽക്കണ്ട, അവര് വന്നെന്നെ കൊന്നുകളഞ്ഞോട്ടെ, എന്നാലും നിന്റെ ഔറത്ത് നീ കാണിക്കരുത് എന്ന് സ്വന്തം ഭാര്യയോട്, അതും നിർണായകമായൊരു സമയത്ത് ജീവരക്ഷ കൊടുക്കുന്നൊരു നേരത്ത് പറഞ്ഞ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില ബിൻതു ഫറാഫിസ. ഒരുപാട് മാതൃകകളാണ് ജീവിതത്തിലേക്ക് മഹാന്മാരുടെ അസ്ഹാബിന്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ദീനിലേക്ക് കടന്നു വന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇൽമിന്റെ മഹാഗോപുരമായിരുന്ന മഹാനോട് ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനോട് മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ജസാഉൽ മഅസിയ, തെറ്റുകൾ ചെയ്ത് നടക്കുമ്പോ അതിനൊന്നും കാര്യമായ ശിക്ഷയൊന്നും കാണുന്നില്ലല്ലോ, കുറെ ആൾക്കാരെ കള്ളുടിയന്മാരായി ജീവിക്കുന്നില്ലേ, തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നില്ലേ, പലിശയിടപാടുകളിൽ മുഴുകി ജീവിക്കുന്നില്ലേ, അവർക്കെന്താ ഒന്നും സംഭവിക്കാത്തത്, എന്താണ് തിന്മയുടെ പ്രതിഫലം, അതിന്റെ ശിക്ഷ എന്താണ് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടി, അൽ വഹ്നു ഫിൽ ഇബാദ, അവർക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, വദ്ദീഖു ഫിൽ മഈഷ, അവരുടെ ജീവിതം സങ്കുചിതമാണ്, വന്നഖ്സു ഫിൽ ലദ്ദ, അവർക്ക് ആസ്വാദനം സാധ്യമല്ല. അപ്പൊ പറഞ്ഞപ്പോ ആസ്വാദനം സാധ്യമല്ലെന്നോ, അവരല്ലേ ഹറാമും ചെയ്ത് നടക്കുന്നത്. മഹാൻ പറഞ്ഞു, ലാ യനാലു ശഹ്വതൻ ഹലാലൻ ഇല്ലാ ജാഅഹ മാ യുനഗിസുഹു അലൈഹാ,
ഹലാലായ ഒരു ആസ്വാദനം അല്ലാഹു നൽകുമ്പോൾ ആ ആസ്വാദനം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഹറാമിനെ ആയിരിക്കും ഉണ്ടാവുക, ഹറാമിലെ അവർക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഹലാൽ ആസ്വദിക്കാൻ കഴിയാതിരിക്കുന്നത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. തെറ്റുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷ വഹ്നു ഫിൽ ഇബാദ, ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. ക്ഷീണം വരെ, ഇബാദത്ത് ചെയ്യാൻ മടി വരെ, പ്രയാസം വരെ, അതിന്റെ സൗകര്യം, അതിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വല്ലീഖു ഫിൽ മഈഷ, എങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വമൻ അഅറദ അൻ ദിക്രി ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിതം സങ്കുചിതമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. പിന്നെ ഹലാല് കൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കാവൽ നൽകണമേ തമ്പുരാനെ. ഇതൊക്കെയാണ് നമ്മുടെ ഇബാദത്തിന്റെ ആകത്തുകയായി നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട നന്മകളുടെ ശകലങ്ങൾ. അല്ലാഹുവേ നീ ഞങ്ങൾ സ്വീകരിക്കണമേ തമ്പുരാനെ.